അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബദറിലെ ആ മഹാഭൂമിയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്നിട്ടുണ്ടോ? ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ ഇടത്തിലും ബൽത്ത് സൈഡിലും രണ്ട് ചെറിയ മക്കാണ് ഉള്ളത്. അങ്ങ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ കേക്കറ് ഏതാണ് അബൂജഹൽ, നമുക്കൊന്ന് അബൂജഹലിൻ്റെ ഒന്ന് കാട്ടിത്തറുകയും ചൊല്ലും. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങക്ക് അബൂജഹലിൻ്റെ കാട്ടിക്കൊടുക്കും. ഈ കാട്ടിക്കൊടുത്തതേ ഒന്നും ഈ ജണ്ട് മക്ക നേരെ അബൂജഹലിൻ്റെ മുട്ടാണ് ഓടിയ പോണ്ടത്. എന്നിട്ട് അങ്ങ് ആക്കിയെങ്കത്തെ ആ ഒരു കാര്യം, അങ്ങ് ആക്കിയെങ്കത്തെ ആ ഒരു ഹോറാട്ട ബദർ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ചരിത്രമായിട്ടാണ് പിന്നീട് പോയത്. ആ ഒരു കാര്യമാണ് ഉണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലോട്ട് ഞങ്ങൾ നോക്കുന്നത്. അതായത് ബദറിലെ പരിപൂർണമായ റൂപാണ് ഉണ്ട് നിങ്ങൾ എന്താക്കരുത് ചൊല്ലുകൊണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ചൊന്നതുപോലെ ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും സ്വഹാബത്തും യോടുള്ളാറ് ബദറിലുള്ളാറ് സ്വഹാബിങ് എല്ലാവരും കിടന്നറാറ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ഒരു ബദറിൽ അള്ളാഹുക്ക് സുജൂദിട്ടിട്ട് ദ്വാഴ്ന്നുകൊണ്ടുണ്ടോ. ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ വീഡിയോയിൽ പാതി വെച്ച് പോയെങ്കിത്തെ ആ ഒരു ചരിത്രം നടക്കരുത്. ശത്രുപക്ഷത്തെ ആൾക്കാർ ആ ഒരു സൈഡിൽ വറങ്ങുന്ന സന്ദർഭത്തിലാണ് ജുഹൈം ഇബ്നു അൽസ്വലത്ത് ചൊല്ലുടെ ആൾ എന്താക്കരുത് ഒരു കിനാവ് കണ്ടത്. ഈ കിനാവ് കണ്ടിട്ടാണ് എന്താവരുത് പേടിക്കരുത്. എന്താണ് ആ കിനാവ് ചൊന്നെങ്കല്ലേ? ഈ അബുസലത്ത് കിനാവ് കണ്ടത് ചൊന്നെങ്കിൽ ഒരു ആൾ എന്തോടു ഇങ്ങളെ ഈ ടെൻറ്റർ ഭാഗത്തേക്ക് പണ്ട് അതിൻ്റെ കയ്യിൽ എന്തുണ്ടോ ഒരു കുതിരമുണ്ട്. കുതിരയിലാണ് ഈ മനുഷ്യ ദയിക്കരുത്. അതേപോലെ കയ്യിൽ ഒരു വണ്ടമുണ്ട്. എന്നിട്ട് ഈ അബുസലത്തിൻ്റെ കിനാവിൽ കണ്ട ഈ ആള് ഓരോരുത്തരുടെ പേര് വിളിച്ചുകൊണ്ട്, അതായത് അബൂജഹലിൻ്റെ പേര്, ഉത്തുബത്തിൻ്റെ പേര്, ഷൈബത്തിൻ്റെ പേര്, ഈ ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് എന്താക്കിയുണ്ടോ ചൊന്നോ ഉണ്ടോ ഇങ്ങനെ എല്ലാവരും എന്തരാറ് ചത്തറാറ് എൻ്റെ ആണ് കിനാവിൽ ഈ ആൾ എന്താക്കിയിട്ടുണ്ടല്ലോ ജോറ് ചൊന്നോല്ലേ. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ആ ഒരു വണ്ടട് എന്താക്കറ് അറക്കിട് അറുത്തിട്ട് ആ വണ്ടയുടെ ചോര എന്താക്കറ് ഈ ബദറിൽ വെച്ച് ഇന്നെങ്കത്തെ മുഷ്രിക്കിങ്ങളെ എല്ലാ ടെൻറ്ററിന് മേലെ എന്താക്കറ് ഈ ഒരു ചോര എന്താക്കറ് തെരിപ്പാട്ടർ. ഈ കിനാവ് കണ്ടിട്ടാണ് ആറ് പേടിച്ചിട്ട് എണിക്കുന്നത്? ജുഹൈം പേടിച്ചിട്ട് എണിക്കുന്നത്. എണിച്ചിട്ട് ജാവുകയാണ്. പേടിച്ചിട്ട് എണിച്ചിട്ട് ഒന്നും ആക്കുകയായിട്ടില്ല, പേടിച്ച് ബെറച്ചുകൊണ്ടാണ് ഉള്ളത്. അപ്പം നേരെ പോയിട്ട് എന്താക്കുക ഉത്തുബത്തിട്ട് പോയിട്ടാണ് ചൊല്ലത്. കാരണം അബൂജഹലിട്ട് നേരെ ചൊല്ലു പോകണമെങ്കിൽ എന്തില്ല ഒരു പേടിയാണ്. കാരണം അബൂജഹൽ എന്തെങ്കിലും ആക്കൂസൊന്നിട്ടാണ്. അങ്ങനെ ഉത്തുബത്ത് ആ ഒരു കൂട്ടത്തിൽ ഇവിടുത്തെ വിവേകമുള്ള ഒരു ആളായിട്ടിന്ന അങ്ങനെ ഉത്തുബത്തിട്ട് പോയിട്ട് ചൊന്ന സന്ദർഭത്തിൽ ഉത്തുബത്ത് ചൊന്ന ഓക്കെ ഞാൻ എന്താക്കറേ അബൂജഹലിട്ട് പോയിട്ട് ചൊന്നു നോക്കടേ ഞങ്ങൾ ഈ ഒരു യുദ്ധം ആക്കടെ വേണ്ട റിട്ടേൺ പോവാ ചൊന്നു. അങ്ങനെ ഉത്തുബത്ത് നേരെ പോയിട്ട് ആരട്ടെ അബൂജഹലിൻ്റെ ആ ഒരു കൂടാരത്ത് ആ ഒരു ടെൻറ്ററോട് പോയിട്ട് ഉത്തുബത്ത് ചൊല്ലാം ഇതാ ജുഹൈമാണ് പുറത്തുള്ളത്. ജുഹൈം ഒരു കിനാവ് കണ്ട ഈ വിഷയമാണ് ചൊല്ലുക വന്നേന്ന് ചൊല്ലും. അപ്പോൾ അബൂജഹൽ തമാശ കേൾക്കുക എന്തിരെ പുതിയ ഒരു പ്രവചനമായിട്ട് ബന്ധമായി എന്തിരെ ചൊല്ലുണ്ട്. അപ്പോൾ ഉത്തുബത്ത് ചൊല്ല ഇങ്ങനെ കിനാവാണ് കണ്ടത്, അതുകൊണ്ടിട്ട് ഞങ്ങൾ ഈ ഒരു യുദ്ധം ആക്കണത് വേണ്ട. ഇപ്പം ആദ്യക്ക കിനാവ് കണ്ടത് കൊണ്ട് അതുപോലെ ആയിര്. അപ്പോൾ ഇതുപോലെ ഒരു കിനാവ് നേരാവും, അതുകൊണ്ട് ഞങ്ങൾ എന്താക്കട വേണ്ട യുദ്ധം ആക്കട വേണ്ടാണ്ട് ആര് ചൊല്ല ഉത്തുബ ചൊല്ല. ഈ സന്ദർഭത്തിൽ അബൂജഹൽ എന്നൊക്കെ ചിരിച്ചിട്ട് തമാശാക്കി ചൊല്ല എന്തിരെ ഓരോരോ നബിമാർ ബണ്ടമായിപ്പം അത് എന്ത് ഇബ്ലീസ് നിങ്ങൾക്ക് എന്താ വസ്വാസാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കറൊന്നും വേണ്ട, നാലെണ്ണങ്ങ് എന്താക്കുക യുദ്ധം ആക്കിയിട്ടേ പോവാണ്ട് ആര് ചൊല്ല അബൂജഹൽ ചൊല്ല. അങ്ങനെ ബദറിലെ ആ ഒരു നാൾ, അതായത് റമളാൻ പൂനെയിലെ ആ ഒരു സുബഹിക്ക്, അതായത് ഇതൊരു വെള്ളിയാഴ്ച നാളാണ്. അങ്ങനെ അണ്ടത്തെ നാളിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സുബഹിക്ക് എണിച്ചിട്ട് എല്ലാ സ്വഹാബികളും സുബഹിക്ക് എണിച്ചിട്ട് കുളിച്ചിട്ട് ധൈര്യത്തിലാണ് ഇപ്പം ആരുള്ളത് സ്വഹാബികളായ ആൾക്കാരുള്ളത്. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കിയിട്ട് എല്ലാ സ്വഹാബികളെയും ഒരു ലൈനാക്കിയിട്ട് എന്താക്കി നിപ്പാട്ടിയെത്തും. അതായത് മുന്നൂറ് യുദ്ധാക്കി വരുന്നത് ആൾക്കാരെല്ലാം ഒട്ടരാശി നിന്നിട്ടാണ്. പക്ഷേ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ സ്വഹാബിരെ ലൈനാക്കിയിട്ട് എന്താക്കിയിട്ട് നിപ്പാട്ടിയെത്തും. ഈ സന്ദർഭത്തിൽ ശത്രുപക്ഷത്തെ ആൾക്കാർ ഒട്ടരാശി എന്താ അവിടെ ഇവിടെ ചിന്നിച്ചിതറിയിട്ട് എന്താ നിന്നിട്ട് ഉള്ളാറ്. ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ എന്തുണ്ട് ഒരു ബടിയുണ്ട്. ഒരു ഈത്ത പോലത്തെ മടലിൽ ഒരു ചെറിയൊരു ബടി കയ്യിലുണ്ട്. ഈ സന്ദർഭത്തിലാണ് എല്ലാവരും ലൈന് നിപ്പാട്ട സന്ദർഭത്തിൽ സവാദ് റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ടുണ്ട് തെല്ല് ലൈന് തെല്ല് അപ്പുറമായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോഴാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ കയ്യിലുള്ള ബടി കൊണ്ടിട്ട് സവാദ് റളിയല്ലാഹു അൻഹു ബൈത്ത് കുത്തിയിട്ട് ചൊല്ലും. മെല്ലെ ഇങ്ങനെ തട്ടുവാട്ടി ചൊല്ല് ലൈന് സമയമായിട്ട് നില്ലുണ്ട്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു അപ്പം ഹബീബന
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾക്കണം, നബിയെ നിങ്ങൾ അള്ളാഹു കരുണയായിട്ടല്ലയോ ഈ ലോകത്ത് കടത്തിയത്? അപ്പോൾ ചൊല്ലു അതെ. അപ്പോഴാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവാദ് റളിയല്ലാഹു ചൊല്ലുക, നബിയെ നിങ്ങളെ കൊണ്ട് നക്ക് ചെറിയൊരു ബേജാറുണ്ടായിട്ട് അതുകൊണ്ട് നക്കത് പ്രതികാരം തീർക്കുമെന്ന് ചൊല്ലു. എന്താണ് പ്രശ്നം? അപ്പോഴാണ് സവാദ് റളിയല്ലാഹു ചൊല്ലുക, നബിയെ നിങ്ങൾ ലൈന് സമാക്കുക വേനായിട്ട് എൻ്റെ ബയത്തേക്ക് എന്താക്കിയത് ബടിയിൽ കൊണ്ട് അടിച്ചിടത്, അതുകൊണ്ട് നക്ക് എന്താക്കണം നിങ്ങൾക്കും ബടി കൊണ്ട് നക്ക് എന്താക്കണം കുത്തോണം. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കരുത് ആ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു പുറത്ത് കേൾക്കരുത്, പൊരുത്തപ്പെടണം. ആരാണ് കേൾക്കരുത്? ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോഴാണ് ഈ ഒരു സംഭവം ആര് ചൊല്ലത്? ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു ചൊല്ലി കുത്തുവാൻ. അപ്പം ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കരും കയ്യിലുള്ള ബടി സവാദ് റളിയല്ലാഹു കൊടുത്തുള്ളൂ, സവാദെ നീ എന്താക്ക് കുത്തിയോളൂ. ഈ സന്ദർഭത്തിൽ ബാക്കിയുള്ള സ്വഹാബികൾ എന്തായിട്ടുണ്ട് അർസ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള ബാലിങ്ങനെ മുറുക്കിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട്, കാരണം അവിടെ പോണോ കൊത്തില്ല. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈനിലാണ് നിപ്പാട്ടിയത്. സവാദ് റളിയല്ലാഹുവിൻ്റെ അടിക്കോ ഇല്ല കൊല്ലൊക്കെ വേണ്ടിയിട്ട് ആറ് പുറത്തായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പുറത്തായിട്ട് നിன்றതാണ്. അപ്പോഴാണ് സവാദ് റളിയല്ലാഹു പിന്നെയും ചൊല്ലുന്നത്, നബിയെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല, എൻ്റെ കാല് മേല് കാണും ഇല്ലെങ്കിൽ കാല് വേറെ കാണും നബിയെ, നിങ്ങൾ എന്താക്കിയത് കുത്തിര, അതുകൊണ്ട് നിങ്ങളെ ഡ്രസ്സ് നക്കി എന്താക്കണം ഓരിയിട്ട് തരണം, നക്ക് നിങ്ങളെ ബാഗത്തേക്ക് നേരിട്ടാണ് അടിക്കോവില്ലത് ചൊല്ലു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ഒരു ഡ്രസ്സ് എന്താക്കി മേലാക്കിയിട്ട് കാട്ടുന്നത് വേറെ കാട്ടിക്കൊടുക്കും. ഈ സന്ദർഭത്തിൽ സ്വഹാബത്തായ ആൾക്കാർക്ക് അർസ നെത്തി കയറിയോണ്ട് എങ്ങാനും സവാദ് റളിയല്ലാഹു അങ്ങനെ എതിരിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊല്ലിടത്തൊരു അർസാണ് ഓരോ സ്വഹാബിമാർക്ക് ഉണ്ടായത്. അങ്ങനെ ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു ആ കയ്യിലുള്ള ബടിയെടുത്തിട്ട് നേരെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ആ ബടിയെ എന്താക്കരുത് വലിച്ച് എറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ബയത്തിക്ക് എന്താക്കരുത് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു മുത്തിട്ട് ചൊല്ലുക, എൻ്റെ റസൂലെ നാണിങ്ങൊക്കെ അടിക്കുക ബന്നതുമല്ല, നിങ്ങൾക്ക് നാണ് കുത്രങ്കി തോറും മനുഷ്യനും അല്ല നബിയെ, പക്ഷേ ഞാനിപ്പം നിന്നിട്ടുള്ളത് യന്ത്രത്തിലാണ്, ബദർ യുദ്ധത്തിലാണ് നിന്നിട്ടുള്ളത്. എങ്ങാനും ഈ ബദർ യുദ്ധത്തിൽ പോയിട്ട് ഞാനെങ്ങാനും ഷഹീദായിട്ട് കണ്ടെങ്കിൽ ഈ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരം സ്പർശിച്ചെങ്കത്തെ ഈ നണ്ട് ചുണ്ടെങ്കിലും ഈ ഒരു ശരീരമെങ്കിലും എന്താവും നരകത്തിൽ പോവലല്ല നബിയെ, ആ ഒരു ആഗ്രഹം കൊണ്ടിട്ട് മാത്രമാണ് നബിയെ ഞാനിങ്ങനെ ആക്കിയത്, നണ്ട് നിങ്ങൾ എന്താക്കണോ പൊരുത്തപ്പെട്ട് തരണോ നബി ആര് ചൊല്ലു? സവാദ് റളിയല്ലാഹു അൻഹു ചൊല്ലു. ഈ ഒരു സംഭവം കണ്ടിട്ട് സ്വഹാബികൾക്ക് അത്ഭുതമായി പോയിട്ട് അപ്പോഴാണ് സ്വഹാബികൾ ചിന്തിച്ചത്, സവാദ് റളിയല്ലാഹുവിൻ്റെ ആ ഒരു ചിന്ത പോലും ആർക്ക് വന്നില്ല, ഞങ്ങോ വന്നില്ലല്ലേ, അതുപോലെയാണ് ആരാക്കിയത് സവാദ് റളിയല്ലാഹു അൻഹു ആക്കിയത്. അങ്ങനെ പിന്നീട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാവരും ലൈന് നിപ്പാട്ടിയിട്ട് ഇക്കടം. ഈ സന്ദർഭത്തിലാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും അതേപോലെ സ്വഹാബികളും എന്താക്കിയാറ് ആ ഒരു കിണവും അതേപോലെ ഹൗലും അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൗലിൽ എന്തുണ്ട്? തന്നിയുണ്ട്. അപ്പോൾ ശത്രുപക്ഷത്തെ ആൾക്കാരിൽ എന്തില്ല? തണ്ണിയില്ല. കാരണം ഈ മല വന്നിട്ട് അങ്ങോ ഇന്ന് തന്നിയല്ല എന്തായിട്ട് ചേറായിട്ട് പോയിട്ട്. പക്ഷേ ഈ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ടിൽ ആ ഒരു കിണറ്റിലും അതേപോലെ ആ ഹൗലിലും എന്തുണ്ട്? നല്ലോണം തന്നിയുണ്ട്. അപ്പോഴാണ് മുശ്രിക്കായ ആൾക്കാർ, അതായത് ശത്രുപക്ഷത്തിലുള്ള ആൾക്കാർ എന്താക്കരുത് തന്നി കുടിക്കുകയായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടത്. അപ്പോൾ സ്വഹാബികൾ എന്താക്കിയത് തടക്കുകയായിട്ട് എന്താക്കിയാറ് നിണ്ടാറ്. അപ്പോഴാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്, അങ്ങ് താകത്തുകാണ് ബന്ധമുള്ളത്, തന്നി കുടിക്കുകയാണ് ബന്ധമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, അങ്ങനെ നിങ്ങൾ തന്നി കുടിക്കരുത്, നിങ്ങൾ തടയേണ്ട, അങ്ങ് തന്നി കുടിച്ചിട്ട് എന്താക്കട്ട് പോട്ടും. അപ്പോൾ ആ ഒരു തന്നി കുടിക്കുന്ന കൂട്ടത്തിൽ തന്നി കുടിക്കുക വന്ന കൂട്ടത്തിൽ ഹാക്കിം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത് ബദർ സന്ദർഭത്തിൽ ശത്രുപക്ഷത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ഇയാളും എന്താക്കുക ഈ ഒരു തന്നി കുടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കില്ല, തന്നി കുടിക്കരുത് എന്താക്കില്ല, വേണ്ടാന്ന് ചൊല്ലില്ല, അങ്ങ് തന്നി കുടിക്കൂ വിടും. പക്ഷേ ഈ തന്നി കുടിക്കോ വന്നതിൽ മരിക്കാണ്ട് ബാക്കിയായത് ഹാക്കിം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു മാത്രമാണ്. കാരണം ഈ ഹാക്കിം റളിയല്ലാഹു അൻഹു പിന്നെ ഒരു പ്രത്യേകത എന്താ ചൊന്നുകൊണ്ട് കണ്ടെങ്കിൽ പണ്ട് കാലത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ ഭക്ഷണം കൊടുക്കുകയോ തീരാ ബന്ധം ഇല്ലാണ്ടിക്കറെ ഒരു സന്ദർഭം തോറും 3 വർഷത്തോളം. ആ സന്ദർഭത്തിൽ ആ ശത്രുപക്ഷ ഗൊന്തില്ലാത്തതുപോലെ അമുസ്ലിമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം എത്തുവാട്ടി കൊടുത്ത ഒരാളായിട്ട് എന്താ ഹാക്കിം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചത്.
അങ്ങനെ അങ്ങ് തന്നി കുടിച്ചിട്ട് എന്താക്കാറ് പോണ്ടാറ്. പിന്നീടാണ് അവിടെ ചൊന്നേണ്ട കണ്ടെങ്കിൽ അസ്വദിബിന് അബ്ദുൽ അസദ് ചൊല്ലി വെറുത്ത ബണ്ടതാണ് ഊൺ എന്തൊക്കെ ബണ്ടേ ചൊന്നേണ്ട കണ്ടെങ്കിൽ ഈ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും അതേപോലെ സ്വഹാബത്ത് ഉണ്ടാക്കിയ ആ ഒരു ഹൗലില്ലേ അതൊരു പൊലിക്കുക ബേനായിട്ടാണ് ബണ്ടത്. ഹൗല് ചൊല്ലത് ഞങ്ങളെ പോലെയുള്ള ഹൗല് എന്തുമല്ല, സാധാരണ ഒരു കല്ല് കെട്ടിയിട്ട് ഉണ്ടാക്കിയെങ്കിൽ ചെറിയൊരു ഹൗല് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഹൗല് പൊലിക്കുകയാണ് ബണ്ട്. കാരണം ഈ ഹൗല് പൊലിച്ചെങ്കിൽ പിന്നെ എന്തെങ്കിലും മുസ്ലിമിന് എന്തില്ല തണ്ണിയില്ല. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അവൻ്റെ എന്താക്കത്തറി ഈ ഹൗല് മുട്ട ബറുബുട തീര, കാരണം അവന് ഹൗല് പൊലിക്കുകയാണ് ബണ്ടത്. ഇത് ചൊല്ലലോട് കൂടി ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഒന്നും നോക്കിയില്ല, ഊരി പിടിച്ച ബാലുമായിട്ട് നേരെ ആ രണരംഗത്ത് വന്നിട്ട് ഇലിട, അതായത് ഈ അസ്വദിന് മുന്നൽ വന്നിട്ട് എന്താക്കറ് നിൽക്കിടും. അവನು അങ്ങനെ പൊലിക്കോ ബണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അവനിക്ക് എന്താക്കറ് ഒരു കുത്തുറോ. ഈ കൊത്തലാണ് അവൻ്റെ കാലക്ക് പൂണ്ടിട്ട് കാലെന്താണ് പൊലിഞ്ഞിട്ട് ഊണ് ആ ഒരു കുതിരയുടെ എന്താക്കറ് കീറുപുള്ള കുതിരയുടെ കീറ് പൂണ്ടിട്ടു അവന് പിന്നൊരു കാല് കൊണ്ടിട്ട് എന്താക്കണം ആ ഒരു കെട്ടിയെങ്കിലത്തെ ഹൗലിലെ ഒരു ഭാഗം എന്താക്കുക ചവിട്ടുക, അങ്ങനെ ചെല്ലായിട്ട് പൊലിയിടും. അങ്ങനെ പൂർത്തിയായിട്ട് പൊലിക്കോ ബണ്ടെങ്കിൽ അവൻ്റെ പിന്നെ എന്താക്കില്ല ഹംസ റളിയല്ലാഹു പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കൊത്തലങ്ങ് കൊത്തിയിട്ട് അവൻ്റെ എന്താക്കറ് അവിടെ കൊല്ലിടും. അതോട് കൂടിയിട്ട് ഈ ഒരു രണരംഗത്തിൽ, അതായത് ഈ ഒരു യുദ്ധരംഗത്തിൽ ഫസ്റ്റുകായിട്ട് ശത്രുപക്ഷത്തിൽ ചാവിടത് ആരാണ്? അസ്വദാണ്. ഈ അസ്വദർ കൊല്ലിടത് ആരാണ്? ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഇതിൽ പിന്നാണ് എന്താക്കുക ശരിക്കും ഒരു യുദ്ധം നടക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഫസ്റ്റുകായിട്ട് നടക്കുന്ന യുദ്ധം ചൊല്ലിയത് ദ്വന്ദ്വയുദ്ധമാണ്. ദ്വന്ദ്വയുദ്ധം ചൊന്നെങ്കിൽ അതിൽ നിന്നോട്ടുള്ള വർത്ത വരും, ഇതിൽ നിന്നോട്ടുള്ള വർത്ത പോകും. എന്നിട്ട് അങ്ങ ജണ്ടാലാണ് എന്താക്കുന്നത് ഏറ്റുമുട്ടരുത്, അങ്ങ ജണ്ടാലാണ് യുദ്ധാക്കരുത്, അതാണ് ദ്വന്ദ്വയുദ്ധം. അങ്ങനെ ശത്രുപക്ഷത്തിൽ നിന്നിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് കേട്ട് ആര് ഭർത്താവിട? ഉത്തുബത്ത് ബിൻ റബിയ, ഉത്തുബ ഭർത്താവിട. അങ്ങനെ ഉത്തുബ ഭർത്താവുമ്പോൾ ഉത്തുബയുടെ എല്ലാവനായ ഷൈബ ചൊല്ല നീന് പോകണ്ടേ, അതുകൊണ്ട് നിന്നോട്ടേക്ക് ആറ് വേണ്ട, നാണ് വേണ്ട. അങ്ങനെ ഉത്തുബത്തും അതേപോലെ ഷൈബത്ത് റെഡിയായ സന്ദർഭത്തിലും ഉത്തുബത്തിൻ്റെ മോനായ വലീദ് ചൊല്ല എന്നാൽ ആറ് വേണ്ട, നാണ് വേണ്ട. അങ്ങനെ ശത്രുപക്ഷത്തിൽ നിന്നിട്ട് 3 ആൾക്കാർ എന്താക്കാറ് ഈ യുദ്ധരണരംഗത്തെ എതിർക്ക് ദ്വന്ദ്വയുദ്ധത്തുകായിട്ട് ബണ്ടാറ്. ഈ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സൈന്യത്തിൽ നിന്ന്, അതായത് ഈ ബദറിൽ നിന്നിട്ടുള്ള ഈ മുസ്ലിം സൈന്യത്തിൽ നിന്നിട്ട് അൻസാരികളായ 3 സ്വഹാബികളാണ് ഫസ്റ്റ് ആയിട്ട് ബണ്ടത്. അതായത് ഔഫ് റളിയല്ലാഹു അൻഹു, അതേപോലെ മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, അതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഈ 3 സ്വഹാബികൾ എന്താക്കറ് എതിർബണ്ടർ. ഈ സന്ദർഭത്തിലാണ് ഉത്തുബത്ത് ചൊല്ലത്, അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലത്, നിങ്ങൾ എന്തിറാക്കണ്ട, ഈ അൻസാരികളായ സ്വഹാബികൾ നിങ്ങളെ കടത്തണ്ട, കാരണം ഞങ്ങൾക്ക് അർസമുള്ളത് ആരട്ടിയാണ്? മക്കത്തിൽ നിന്ന് വന്ന ആൾക്കാരട്ടി നിങ്ങളട്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, ഈ അൻസാരിയായ ആൾക്കാരെ നിങ്ങൾ എന്താക്കണ്ട, കടത്തണ്ട. ധൈര്യം എന്നെങ്കിൽ മക്കത്തിൽ നിന്നിട്ട് ഹിജ്റ പോയ ആൾക്കാർ, മുഹാജിറുകളായ ആൾക്കാരില്ലേ, അങ്ങ് ബറുണ്ടാണ് ചൊല്ലത്. ഈ സന്ദർഭത്തിൽ ഈ 3 സ്വഹാബിങ് എന്താക്കുക നേരെ റിട്ടേൺ പോകേണ്ടത്. അപ്പോഴാണ് അവിടെ നിന്നിട്ട് 6 ഭർത്താവിടത് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഭർത്താവിടുന്നത്. എന്നിട്ട് അതിൽ പിന്നെ ബഹുമാനപ്പെട്ട ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്താ അവിടെ ഭർത്താവിടും. ഈ ഉബൈദ് റളിയല്ലാഹു അൻഹു അപ്പം നല്ലൊരു ബയസാണ്, ഏകദേശം 61, 62 ആ ഒരു ബയസാണ് ഉബൈദ് റളിയല്ലാഹു അൻഹു. അതേപോലെ പിന്നീട് 3ാമതായിട്ട് ഭർത്താവിടുന്നത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഈ 3 ആൾക്കാർ എന്താക്കാറ് ഇങ്ങനെ എതിർക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കിടാറ്. അങ്ങനെ നിന്നിട്ട് പിന്നീട് ഓരോരുത്തരും അങ്ങ് ജണ്ടൽ എന്താണ് യുദ്ധാക്കുന്നത്. ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹു ആരട്ടിയാണ് യുദ്ധാക്കുന്നത്? ഷൈബത്തിട്ടാണ് യുദ്ധാക്കുന്നത്. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഉത്തുബത്തിട്ടാണ് യുദ്ധാക്കുന്നത്. അതേപോലെ അലി റളിയല്ലാഹു അൻഹു ആരട്ടിയാണ് യുദ്ധാക്കുന്നത്? വലീദിരട്ടിയാണ് യുദ്ധാക്കുന്നത്. അങ്ങനെ ശത്രുപക്ഷത്തിൽ നിന്ന് ഫസ്റ്റ് കേട്ട് എന്താക്കാറ് ഒരു ബാല് കൊണ്ടിട്ട് ഒരു അങ്ങനെ കൊത്തുക വേണ്ട. ഈ സന്ദർഭത്തിൽ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം നോക്കാം. അലി റളിയല്ലാഹു അൻഹു കൊത്തുക വേണ്ട സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു തടുക്കറ്. എന്നിട്ട് കുറേ ടൈം ആർക്ക് വന്നില്ല? അലി റളിയല്ലാഹു അൻഹു വലീദിക്ക് വന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ആരെ കൊല്ലിടും? വലീദിനെ കൊന്നിട്ട് വിടും. അങ്ങനെ 2ാമത്തെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ശക്തനായ ആളല്ല, പിന്നെ ഒന്നും നോക്കിയില്ല. ഉത്തുബത്തിനെ ഒരൊറ്റ വരെ കൊത്തുക എന്താക്കിത്തു? ഉത്തുബത്തിനും കൊന്നുത്തു. അങ്ങനെ ജണ്ടാലും എന്തായാലും ചത്തിട്ട് പോയാൽ. പിന്നെ 3ാമതായിട്ടുള്ളത് ഉബൈദ് റളിയല്ലാഹു അൻഹു ആണ്. ഉബൈദ് റളിയല്ലാഹു അൻഹു അതേപോലെ ഷൈബത്ത് ഇങ്ങ ജണ്ടാലാണ് എന്താക്കിയിട്ടുള്ളത്? യുദ്ധാക്കിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹു തെല്ല് ബയസായ ആലായത് കൊണ്ടിട്ടും കുറേ നേരമാണ് എന്താ പറയുക ഈ യുദ്ധം ഇങ്ങ ജണ്ടാൽ ഈ ദ്വന്ദ്വ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹു ഒരു അടി ആരടിക്കറ? ഷൈബത്ത് അടിക്കറ. അതായത് വാല് കൊണ്ട് ഒരു വലിയൊരു അടി അടിക്കുമ്പോൾ ഇത് ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തുടയ്ക്ക് എന്തായിട്ട് വീണ്ടും തുടയ്ക്ക് വീണ്ടും ഇല്ലെങ്കിൽ കാലുക്ക് വീണ്ടിട്ടാണ് ചൊല്ലി. ഈ ഒരു അടിച്ച അടിക്ക്
ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹുവിൻ്റെ കാലെന്തായിട്ട് മുറിഞ്ഞു പോയിത്തോ. അങ്ങനെ ഈ സന്ദർഭത്തിൽ ഈ ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു ഇത്ര കഷ്ടപ്പെട്ടത് കണ്ട സന്ദർഭം അങ്ങനെ പിന്നീട് നടക്കുന്ന യുദ്ധമാണ് കൂട്ടയുദ്ധം. അതായത് എല്ലാ ആൾക്കാരും മിക്സ് ആയിട്ട് നടക്കുന്ന ഇങ്ങനത്തെ യുദ്ധമാണ്. ആ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലും ശത്രുപക്ഷത്തങ്ങ മുട്ട ബന്നിൽ പിന്നമേ നിങ്ങൾ എന്താക്കോറും അമ്പ് പിടുക്ക് തുടങ്ങും. അതായത് യുദ്ധാക്കോ തുടങ്ങും. അതിനാണ് മുന്നിൽ നിങ്ങൾ അമ്പ് വിട്ടൻ കണ്ടെങ്കിൽ അമ്പ് വെറുതെ എന്തോ വേസ്റ്റായി പോകും. അങ്ങനെ ആ ശത്രുപക്ഷത്തെ ആൾക്കാർ ഈ സ്വഹാബിയായ ആൾക്കാർ മുട്ട ബണ്ടോട് തുടങ്ങി എന്താ കാത്തു നിന്നാറ്. പിന്നീടാണ് എന്താക്കുന്നത് യുദ്ധം നടക്കുന്നത്. അങ്ങനെ വലിയ ഒരു കൊടുമ്പിരികളുടെങ്കിൽ യുദ്ധമാണ്. അതായത് ആൾക്കാർ കാണില്ല അത്രക്കും വലിയൊരു യുദ്ധമാണ് പിന്നീട് എന്താ പറയുക നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നേരെ എവിടെയൊക്കെ പോകുന്നുണ്ട്. ടെൻറ്റൊക്കെ പോയിട്ട് സുജൂദിലിരുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദ്വാര കിടന്ന് അള്ളാഹുവെ ഈ സൈന്യത്തിന് എന്താക്കണം സംരക്ഷിക്കണോ ചെന്നിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കുക ഇങ്ങനെ ദ്വാർന്നുണ്ട്. അത് ഇതിക്ക് നീ സഹായം നൽകണേ അള്ളാഹു ചെന്നിട്ടാണ് ദ്വാരക്കിടും. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലും നബിയെ നിങ്ങൾ എന്താക്കണ്ട പുൽപ്പിട്ടിട്ട് ഇങ്ങനെ ദ്വാരക്കണ്ട അള്ളാഹു നീ എന്താ വിജയം തരും എന്ന്. അതായത് ഓൾറെഡി അള്ളാഹു ചൊന്നു നിങ്ങൾ ജനലിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് എന്താക്കറിനാണ് തണ്ടാൻ ചൊന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട പേടിക്കണ്ട നബി അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. എന്നാലും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കറി ഇങ്ങനെ സുജൂദിൽ വേണ്ടി ഇങ്ങനെ ദ്വാരക്കറും. എന്നിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഞ്ച് വന്നിട്ട് ആ ഭൂമിയിൽ നിന്നിട്ട് എന്താക്കുക ഒരു പിടി മണ്ണെടുത്തിട്ട് അത് കല്ലും മണ്ണുകളും കൂടിയിട്ടുള്ളതാണ്. അങ്ങനെ എടുത്തിട്ട് ഉദ്വാർന്നിട്ട് എന്താക്കരുത് അത് ഈ ഭൂമി ഈ കാത്തിലിങ്ങനെ വലിച്ചേരിടും. ഈ എരിയലോട് കൂടി ഇതെല്ലാം എന്താക്കരുത് എല്ലാ ശത്രുക്കളും കണ്ണുക്ക് പോയിട്ട് എന്താ അവിടെ ഇത് ബൂളോട് കൂടി അങ്ങക്ക് എന്താ ഒരു കാഴ്ച കാണാത്ത പോലെ കണ്ണ് കാണാത്ത ആ ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. എന്നിട്ടും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നേരെ വന്നിട്ട് ഹൈമൽ വന്നിട്ട് പിന്നെ എന്താക്കുക ഇങ്ങനെ ദ്വാരക്കിടും. ആ സന്ദർഭത്തിലാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സന്തോഷത്തിൽ പുറത്തുപണ്ടത്. കാരണം ആ ഒരു യുദ്ധഭൂമിക്ക് അള്ളാഹുടെ ഏറ്റവും വലിയൊരു സഹായം എന്താ അവിടെ ഇറങ്ങി വേണ്ടതാണ്. വലിയൊരു സഹായമാണ് അപ്പോൾ വേണ്ടത്. എന്തൊരു സഹായം ചൊന്നേണ്ട കണ്ടെങ്കിൽ രണ്ട് പർവ്വതത്തെ ഇടയിലായിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു മലക്കിടെ സേനയാണ് വേണ്ടത്. അങ്ങനെ ആ ഒരു സേന എവിടെയൊക്കെ വേണ്ട ഈ ഒരു ബദറുക്ക് വേണ്ട. അതായത് ഈ സ്വഹാബികളായ ആൾക്കാർ മുസ്ലിമായ ആൾക്കാരെ സഹായിക്കുകയാണ് വേണ്ടത്. ഈ സന്ദർഭത്തിലാണ് പിന്നെ ഒരു രസകരമായ ഒരു കാര്യം നടക്കുന്നത്. അതായത് ഈ ബദർ യുദ്ധത്തിക്ക് മുശ്രിക്കീങ്ങൾ അതായത് ശത്രു സൈന്യത്തിക്ക് സഹായിക്കുകയായിട്ട് ആറ് വന്നിട്ടിന്ന ഇബ്ലീസ് വന്നിട്ടിന്ന സൊറാക്കടെ ആ ഒരു രൂപത്തിലാണ് വന്നത് ചൊന്നില്ല. അങ്ങനെ ഈ ഒരു മലക്ക് ബണ്ടത് കണ്ടിട്ടാകുമ്പോൾ സുറാക്കൊക്കെ എന്തായത് ഗൊന്തായത്. സുറാക്ക് എന്താക്കിയ ആ ഒരു സേനയിൽ നിന്നിട്ട് ഓടുക തുടങ്ങി. ഈ ഓടുക തുടങ്ങിയ സന്ദർഭത്തിൽ ഹാരിസ് ചൊല്ലുടെ ആൾ എന്താക്കുക ഹാരിസ് ബിന് ഹിഷാം ചൊല്ലുടെ ആൾ ഈ ആരെ പിടിക്കറ് ഇബ്ലീസിനെ പിടിച്ച് ചൊല്ലാം നീ അല്ല ഞങ്ങൾക്ക് സഹായക്കറ് ചൊന്നു നീ ഇപ്പോൾ ഓടുക പോയോണ്ടില്ലേ. അപ്പോഴാണ് ഇബ്ലീസ് ചൊല്ലത് നിങ്ങൾക്ക് കാണാത്തത് ആറ് കണ്ടോണ്ടു നക്ക് കണ്ടോണ്ടു അതുകൊണ്ട് നീനാറ് നാണാറ് നക്ക് കൊന്നില്ല നിങ്ങളിട്ട് നക്ക് യാതൊരു ബന്ധമില്ല ചൊന്നിട്ടും ഈ ഇബ്ലീസ് നേരെ എവിടെ പോകണ്ട കടലിൽ പോകണ്ടാണ് ചരിത്രകാരന്മാർ പിന്നെ ചൊല്ലത്. പിന്നീട് യുദ്ധം ഭയങ്കരമായിട്ട് നടക്കുക. അതായത് സ്വഹാബികൾ ഏതെല്ലാം രീതിയിൽ യുദ്ധമാക്കിക്കൊണ്ടുള്ളാരോ ആ രൂപത്തിൽ എല്ലാത്തിനും ആര് സഹായത്ത് ഈ ഒരു മലക്കുകളെ സഹായത്ത്. അതായത് സ്വഹാബിങ്ങ ഇങ്ങനെ ബാല് ഏത്തു പോകുമ്പോൾ ഈ മുഷ്രിക്കായ ആൾക്കാരെ ശത്രുപക്ഷത്തിലെ ആൾക്കാരെ തലയിന്ന് തെറിച്ചു. കാരണം അങ്ങ് കുത്തവ് പോകുമ്പോൾ ആരെ സഹായം കിട്ടിയത് ബഹുമാനപ്പെട്ട മലായിക്കുകൾ എന്ത് ഒരു സഹായം കിട്ടിയത്. അതേപോലെ ഇങ്ങ് ഓടിയോണ്ട് ഈ സ്വഹാബികളായ ആൾക്കാർ ഏതെങ്കിലും ഒരു ശത്രുയുടെ ഓടോട്ടി പോകുമ്പോൾ അങ്ങ് തെല്ലതിർ പോകുമ്പോൾ കീഴ് പൂണ്ട് അങ്ങെന്താ ഉണ്ടിന്നാറ് ചത്തിട്ട് പൂണ്ടോ ഇന്നാറ്. അതേപോലെ ഈ ഒരു ബദർ യുദ്ധത്തിൽ ഒരുപാട് അത്ഭുതം നടന്ന ഒരു യുദ്ധമായിട്ട് ക്രിയത് ഈ ബദർ യുദ്ധം. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉക്കാശബൻ മെഹസാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിലൊരു ബാലിക്കർ ഈ ബാല് യുദ്ധമാക്കിയ സന്ദർഭത്തിൽ എന്തോട് പൊട്ടിപ്പോയ സന്ദർഭം നേരെ ആരെ മുട്ട പണ്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട ബന്ന് ചൊല്ല നബിയെ നൻ്റെ ബാലെന്തായത് പൊട്ടിപ്പോയത്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക അവിടെ ഒരു ബടി കണ്ട് ആ ബടി കൊടുത്ത് ചൊല്ലും നീ പോയിട്ട് എന്താക്കുക യുദ്ധാക്കുക. അങ്ങനെ ഉക്കാശ റളിയല്ലാഹു അൻഹു നേരെ രണരംഗത്തേക്ക് പോയിട്ട് അത് യുദ്ധാക്കളോട് ഭർത്താവോട് കൂടി ആ ഒരു ബടി എന്തായിട്ട് നല്ലൊരു ബാലായി പോയിട്ടുണ്ടാണ്. പിന്നീട് ഉക്കാശ റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധത്തിനും ഈ ഒരു ബാലിൽ എന്തായിട്ടാണ് ഉപയോഗിച്ചതുണ്ടാണ് ചൊല്ലത്. അത്രക്കും ഒരു അത്ഭുതം നടന്ന എനിക്കത്തെ ഒരു യുദ്ധമായിട്ട് ഏത് ഈ ഒരു ബദർ യുദ്ധം ചൊല്ലത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ ഇടത്തെ സൈഡും വലത്തെ സൈഡും രണ്ട് മക്ക ബണ്ടത് വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ കേൾക്കറ് ഇതിൽ അബൂജഹൽ ആറ്
അപ്പോൾ അതായത് ഈ രണ്ട് ആൾക്കാർ ആരാണ്? ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹുവിനും അതേപോലെ മുഅവ്വിദ് റളിയല്ലാഹു, ഈ രണ്ട് സ്വഹാബികളായ ആൾക്കാരാണ്. ഇത് ചെറിയ രണ്ട് മക്കളാണ്. ഇങ്ങ വന്നിട്ടാണ് കേൾക്കുന്നത് അബൂജഹൽ ആരാണ്? കാരണം നിങ്ങൾക്ക് ആരെ കൊന്നില്ല, അബൂജഹലിനെ കൊന്നില്ല. ഇങ്ങ അൻസാരികളായ ആൾക്കാരാണ്, മദീനത്തെ ആൾക്കാരാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് എന്ത് കാണുന്നിക്ക അബൂജഹൽ. അപ്പോഴാണ് ഇങ്ങ ജനറൽ ചൊല്ലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം ഉപദ്രാക്കിയ ആൾ അബൂജഹലുണ്ട് ഞങ്ങൾ കേട്ട. അതായത് നബിക്ക് നല്ലോണം എല്ലാ രീതിയിലും ഉപദ്രാക്കിയ ആളാണ് ആര്? അബൂജഹൽ. ഒന്നിങ്ങ് ഞങ്ങൾ എന്താക്കണം, അബൂജഹലുടെ ഈ ഒരു യുദ്ധത്തിൽ കൊല്ലിടാം. ഞങ്ങമയാണ് അബൂജഹലുടെ കൊല്ലിടുക. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താ അവിടെ ഷഹീദാവറ. ഒന്നെങ്കിൽ ഞങ്ങൾ മിഞ്ചറ, ഇല്ലെങ്കിൽ അവണ് പോണ്ട. അപ്പോൾ ഒന്നെങ്കിൽ അവണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ. ആ ഒരു രൂപത്തിലാണ് ആറ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹുനും അതേപോലെ മുഅവ്വിദ് റളിയല്ലാഹുനും ചൊല്ലിയത്. ആ സന്ദർഭത്തിൽ ബഹുമാന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നോക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് കാട്ടിക്കൊടുക്കുന്നത് അവിടെ ഒരു കുതിരയുടെ മേൽ ധരിച്ചിട്ടില്ല, വലിയൊരു അജാനുഭാവായ ഒരു ആളില്ല, അവനാണ് ആറ്? അബൂജഹൽ. പിന്നെ ഈ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കാട്ടിയതേ ഗൊന്തു. പിന്നീട് ഈ രണ്ട് മക്കൾ ആറ് കണ്ടില്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കണ്ടില്ല. ഈ ജണ്ടാലും ഒരു ഓട്ടാണ് ഓടരുത് അബൂജഹലിന്റെ മുട്ട പോണ്ട്. ഈ പോണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു എന്താ നേരെ പോയിട്ട് അബൂജഹലിന്റെ കാല് ഒരു കൊത്തങ്ങ് കൊത്തുറും. ആ കൊത്തലോട് കൂടി അബൂജഹലിക്ക് എന്താ അത്ഭുതപ്പെട്ട് പോയിട്ട് അവന് പേടിച്ചിട്ട് എന്താക്കുക കീലുപൊള്ളുക. അതുപോലെ അപ്പുറത്തെ സൈഡിൽ ആറ് അടിക്കറ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു എന്താണ് ആറ് അടിക്കറ് അബൂജഹൽ അടിക്കറ്, അതായത് കൊത്തുറാണ്. അതേപോലെ ഈ സന്ദർഭത്തിൽ ഇങ്ങോ ജണ്ടൽക്ക് ആരെ സഹായിക്കിട്ടര്? ബഹുമാനപ്പെട്ട മലക്കുകളെ സഹായിക്കിട്ടര്. ഇങ്ങ കൊത്തലോട് കൂടി ബഹുമാനപ്പെട്ട മീഖായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുത്തു ആറും കിട്ടർ അബൂജഹൽ കിട്ടലോട് കൂടി അബൂജഹൽ ആ കുതിരയുടെ എന്താ പറയുക കീലുപൊള്ള. കാരണം പിന്നീട് അബൂജഹൽക്ക് എന്തും ആക്കു കഴിഞ്ഞിട്ടില്ല. ഇക്രിമ, അതായത് അബൂജഹലിൻ്റെ മോൻ ഇക്രിമ പിന്നീട് എന്തായിട്ട് മുസ്ലിമായിരുന്നു. അപ്പോൾ ഇക്രിമ എന്താക്കടെ ഈ ബാപ്പടെ, അതായത് അബൂജഹലെ രക്ഷിക്കുക എന്ന രീതിയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹുവിൻ്റെ കൈക്ക് ഒരു കൊത്തൽ അങ്ങ് കൊത്തുര. ഈ കൊത്തൽ കൊത്തിട്ടമ്മ എന്തായത് ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹുവിൻ്റെ കൈ എന്തായത് പൂലായിട്ട് ഇതിങ്ങനെ എന്തായിട്ടുണ്ട് നീണ്ടുകൊണ്ട് കൈ. അപ്പോൾ ഇതെന്തായിട്ട് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു യുദ്ധാക്കോ കഷ്ടമായിട്ട്. അപ്പം മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ആ ഒരു കൈയുടെ കാലടിൽ വെച്ചിട്ട് ആ കൈയുടെ എന്താക്കർ പൂലാക്കിയിട്ട് അപ്പുറം ഏറിയിട്ട് പിന്നീട് ഒറ്റ കൈ കൊണ്ടിട്ടാണ് ആറ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു എന്താക്കർ യുദ്ധാക്കരുത്. പക്ഷേ ഈ ഒരു യുദ്ധം ആക്കിയ സന്ദർഭത്തിൽ ഇക്രീമക്ക് പേടിച്ചിട്ട് ഇക്രീമ ബാക്കിൽ പോണ്ട്. അത്രക്കും വലിയൊരു യുദ്ധമാണ് ആക്കുന്നത്. ആ സന്ദർഭത്തിൽ ഈ അബൂജഹലക്ക് കൊത്തിയിട്ട് ഇട്ടലോട് കൂടി അബൂജഹൽ എന്താ കിലുപുണ്ടല്ലോ. ഈ ശത്രുപക്ഷത്തുള്ള ആൾക്കാരും ഇക്രീമയും കൂടിയിട്ട് ആരെ ചുത്തുകൂട്ടുകാറ്? ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹുവിൻ്റെയും അതേപോലെ മുഅവ്വിദ് റളിയല്ലാഹുവിൻ്റെയും ചുത്തുകൂട്ടുകാർ. അങ്ങനെ ഇങ്ങ ജണ്ടാൽ എന്താക്കാറ്? ഈ ശത്രുപക്ഷത്ത് യുദ്ധാക്കാറ്. അങ്ങനെ യുദ്ധാക്കിയിട്ട് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു എന്താക്കാറ്? ഇങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെട്ടിട്ട് ഓടിയുണ്ട് പണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ ആറ് ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹു അൻഹു എന്തായില്ല, അങ്ങളുടെ ആ കൂട്ടത്തിൽ നിന്ന് പുറത്തു പറയുകയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹു അൻഹു ആ ബദർ രണരംഗത്തിൽ എന്താവും ഷഹീദായിട്ട് പോണ്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു എന്താക്കുക, ഈ ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹുവിൻ്റെ ഈ ബാലുമായിട്ട് ഇവിടെ പോണ്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ആ ഒരു ഹദ്റത്ത് സവിദത്ത് പോയിട്ട് ചൊല്ലുന്ന നബിയെ ഞങ്ങളാണ് എന്താക്കിയത് അബൂജഹലിനെ കൊന്നതുണ്ടാണ്. അങ്ങനെ ഈ രണ്ട് ബാൽ നോക്കിയിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും മുആദും അതേപോലെ മുഅവ്വിദ് ഈ രണ്ടാളാണ് ആരെ കൊന്നത്? അബൂജഹലിനെ എന്താക്കിയത് കൊന്നതുണ്ടാണ് ചൊല്ലത്. അതേപോലെ ഈ ഒരു യുദ്ധത്തിൽ സ്വഹാബികളായ ആൾക്കാർ 14 സ്വഹാബികളാണ് ഈ ഒരു ബദർ യുദ്ധത്തിൽ എന്താവുന്നത് ഷഹീദാവുന്നത്. ഇതിൽ ഫസ്റ്റായിട്ട് ഷഹീദാവുന്നത് ബഹുമാനപ്പെട്ട മിഹ്ജാർ റളിയല്ലാഹു അൻഹു ആയിട്ടിക്കണം. അതായത് മിഹ്ജാർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത് എങ്ങനെ ചൊന്നേണ്ട് കണ്ടെങ്കിൽ ഷഹീദാവുന്നത് എങ്ങനെ ചൊന്നേണ്ട് കണ്ടെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് നടക്കുന്ന യുദ്ധം എന്താ അമ്പൈത്ത് യുദ്ധമാണ്. അപ്പോൾ അപ്പുറത്തിപ്പുറത്ത് അമ്പാണ് ബുഡ്രത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മിഹ്ജാർ റളിയല്ലാഹു അൻഹു ആ ഒരു ഹൗളുടെ ഭാഗത്തിൽ എന്തായിട്ട് നിന്നിട്ട് ഈ സന്ദർഭത്തിൽ ആമിർ ബിൻ അൽ ഹദ്റമി ചൊല്ല ഒരാൾ ബുട്ടെങ്കിൽ അമ്പ് നേരെ ബണ്ട് യോടെ ബന്ന് ബുള്ളു ബഹുമാനപ്പെട്ട മിഹ്ജാർ റളിയല്ലാഹു അൻഹു തൊണ്ടയ്ക്ക് വന്നിട്ട് എന്താ ബുള്ളു. അങ്ങനെ ആ ഒരു ഇത് ചോര നിക്കാട്ട് കൊണ്ടിട്ടാണ് ആദ്യമായിട്ട് ബദറിൽ ഷഹീദാവുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മിഹ്ജാർ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞിട്ട് ഷഹീദ് അവിടുത്തെ ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. ഹാരിസ് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു ആയിട്ട് രണ്ടാമതായിട്ട് ഷഹീദ് അവിടുത്തെ. അതേപോലെ ഹാരിസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എവിടെയാണ് അമ്പ് പൊള്ളതും തൊണ്ടകാണ് അമ്പ് പൊള്ളത്. അങ്ങനെ രണ്ടാമതായിട്ട് ആദ്യമായിട്ട് മിഹ്റാജ് റളിയല്ലാഹു അൻഹു മിഹ്ജാർ റളിയല്ലാഹു അൻഹു രണ്ടാമതായിട്ട് ഷഹീദ് അവിടുത്തെ ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു ആയിട്ട് എന്താ അവിടുത്തെ വഫാത്ത് അവിടുത്തെ ഷഹീദ് അവിടുത്തെ. അതേപോലെ ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ചെറിയൊരാളാണ്, ഏകദേശം ടീനേജ് ഉള്ള ഒരാളായിട്ട് എന്താ ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു
ആ ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് കേട്ട് യുദ്ധത്തിൽ വരണ്ടാണ് ചൊന്നത്. അതായത് സൊഫ് നിപ്പാട്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ബെല്ല് കൊമ്പ ബെരൽ നാണ് ബെല്യ എന്ന രീതിയിൽ കാട്ടുകുബേനായിട്ട് ഉദ്ദ ഉള്ളാണ്ട് കാട്ടുകുബേനായിട്ട് ആക്കിയുന്ന ആളാണ് ആറ് ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാൻഡ ചൊന്നിട്ടിന്നെങ്കും പിന്നീട് ബുൾപുട്ടിട്ടാണ് നാണ് ഈ ഒരു യുദ്ധത്തിൽ ബണ്ട ചൊന്നിട്ടും അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ വന്നിട്ട് ബദ്ർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുകയും ആ ഒരു യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ആറ് ഷഹീദാണ് ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ചെറിയൊരാളാണ് ഷഹീദാവുന്നത്. പിന്നീട് അതേപോലെ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ കാരയ്ക്ക് തൊണ്ടോണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഷഹീദായെങ്കിൽ അതുക്കുള്ള കൂലി അതുക്കുള്ള ആ ഒരു പ്രതിഫലം ചൊല്ലുന്ന സന്ദർഭത്തിൽ കാരയ്ക്ക് എറിഞ്ഞിട്ടാണ് ഇവിടെ പോകേണ്ടത്, യുദ്ധത്തിൽ പോകേണ്ടത്. അങ്ങനെ യുദ്ധത്തിൽ പോയിട്ട് ബഹുമാനപ്പെട്ട ആറ് ഷഹീദാവുడు ഉമൈർ ഇബ്നു സുഹാം റളിയല്ലാഹു അൻഹു എന്താവുడు ഷഹീദാവുడు. അങ്ങനെ ഒരു വലിയ ഒരു യുദ്ധം എന്താവുడు ആ ഒരു നഗരിയിൽ എന്താവുడు നടക്കുന്നത്. അപ്പോഴാണ് ഉമയ്യത്ത് ബിൻ ഖലഫിനെ കണ്ടത്. ഈ ഉമയ്യത്ത് ബിൻ ഖലഫുക്ക് എന്തില്ല ഈ യുദ്ധത്തിൽ പറവ് മനസ്സിക്കില്ല. അപ്പോൾ ശത്രുപക്ഷം അതായത് അബൂജഹലിൻ്റെ ഈ ഒരു ഇത് കേട്ടിട്ടാണ് ബണ്ടത്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ മുട്ട 6 ബണ്ട ഈ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് ചൊല്ല നണ്ട് നീ എന്താക്കണം യുദ്ധ തടവുകാരനായിട്ട് കൊണ്ടുപോകണം. അതായത് യുദ്ധത്തിൽ കിട്ടിയ ആളായിട്ട് നീ എന്താക്കണം എടുത്തു പോയെങ്കിൽ കഴിത്തും ചൊല്ലും. ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ആരെ കണ്ട് ബിലാൽ റളിയല്ലാഹു ഉമയ്യത്തിനെ കണ്ട്. അതായത് ഉമയ്യത്താണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഴിഞ്ഞ ബിലാൽ റളിയല്ലാഹുവിൻ്റെ സ്റ്റോറിയിൽ ചൊന്നര എന്തെല്ലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആക്കിയതിന്. അതായത് ചൂട് ഭൂമിയിൽ കല്ലല വെച്ച ആളാണ് ആ ഉമയ്യത്ത്. അങ്ങനെ ഉമയ്യത്തിനെ കൂട്ടിയ പോണത് ആരെ കണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ട്. അള്ളാഹുടെ ശത്രുവാണ് ഊണ് ഇവിടെ ബാക്കി നിൽക്കുക തീര. അങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബികളായ ആൾക്കാർ അതായത് അൻസാരികളായ സ്വഹാബികൾ ആരെ സഹായിക്കുക പണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സഹായിക്കുക പണ്ടാറ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ചൊല്ല ഇല്ല നാവുണ്ട് പൊട്ടു തന്നില്ല, കാരണം ഞാൻ പിടിച്ച ഒരാളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബികൾ അതായത് അൻസാരികളായ സ്വഹാബികൾ ഉമയ്യത്ത് മോനായ അലിക്കർ. അപ്പോൾ അലിയുടെ എന്താക്കാറ് ഈ സ്വഹാബികൾ എന്താക്കാറ് കൊല്ലിടാറ്. പിന്നീട് ഈ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ ബുട്ട് തന്നിലാണ്ട് കാണേണ്ട സന്ദർഭത്തിൽ അൻസാരികളായ സ്വഹാബികൾ എന്താക്കാറാണ് ഈ ഉമയ്യത്തിൻ്റെ കാലിലാണ് എന്താക്കരുത്, അതായത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിൻ്റെ കാലടിയിൽ ആക്കിയിട്ട് ഉമയ്യത്തിൻ്റെ കാൽ എന്നതാണ് കൊത്തുരു അങ്ങനെ കൊത്തിരി കീഴിലിട്ട് പിന്നീട് ബഹുമാന ബിലാൽ റളിയല്ലാഹു ആരെ കൊല്ലുടെ ഉമയ്യത്തിൻ്റെ കൊല്ലുടെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാമുകു എന്തെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ടിരാറ അങ്ങനെ എല്ലാവരും ഈ ബദറിൽ എന്താക്കിയത് കൊന്നൂറും അപ്പോൾ കൊല്ലുവാട്ടിയർ. അപ്പോൾ അതെല്ലാം ആരാണോ ഇങ്ങൾക്ക് ഉപ്പത്തരാക്കിയത് അങ്ങനെ കൊണ്ടിട്ടാണ് പിന്നീട് എന്താക്കിയത് ഈ ഒരു യുദ്ധത്തിൽ കൊല്ലുവാട്ടിയത്. ഉമയ്യത്ത് ഭയങ്കര നീചമായിട്ടാണ് ആ ഒരു യുദ്ധത്തിൽ എന്താവിടത് ചത്തിട്ട് പോകേണ്ടത്. അവൻ്റെ ആ ഒരു മൃതശരീരം എടുക്കുക വേണ്ടിട്ട് അതിന് മേൽ കല്ലും മണ്ണും എല്ലാം ഇട്ടിട്ടാണ് മൂടിയിട്ട് പോകേണ്ടത്. അങ്ങനെ യുദ്ധം എന്തായിട്ട് അവസാനിച്ചിട്ട് അതായത് ഈ ഒരു യുദ്ധം കണ്ടിട്ട് പേടിച്ചിട്ട് മക്കത്തിൽ വന്നെങ്കിൽ മുശ്രിക്കായ ആൾക്കാരെന്ന് പേടിച്ചിട്ട് എന്താ ഓടിയിട്ട് പോണ്ടാറ്. അതായത് അങ്ങ് ജീവനത്തിന്മേലെ രക്ഷ വെച്ചിട്ട് അങ്ങ് ചെയ്ത് ഓടി പോണ്ടാറ്. അതായത് അബുജഹലിനെ രക്ഷിക്കുക വേണ്ടി ഇക്രിമ കൂടി എന്താക്കുക ആ ഒരു അബുജഹലിൻ്റെ മൃതദേഹം എടുക്കുക വേണ്ടിട്ട് റിട്ടേൺ എന്ത് മക്കത്ത് ഓടി പോണ്ട. ഈ സന്ദർഭത്തിലാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ആൾക്കാർ എവിടെല്ലാം ബൂണ്ടർ അതായത് ശത്രുപക്ഷ ആൾക്കാർ എവിടെയാണ് ബൂണ്ടിട്ടുള്ളതുണ്ടെന്ന് നോക്കുക കടത്തരുത്. അപ്പോൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 304 എവിടെയാണ് ഓരോരുത്തർക്ക് മാർക്കാക്കി കാട്ടിയത് പോയിൻ്റാക്കി കാട്ടിയത് അതേ ജാഗത്തിൽ ഒരു അടി പോലും അപ്പുറം ഇപ്പുറം പോവാണ്ട് എല്ലാ ആൾക്കാരും എന്താണ് അവിടെ ബോണ്ടിട്ടുള്ളത്. ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അബൂജഹൽ യോടെ ഉള്ള അവൻ്റെ അവസ്ഥ എന്തേ അവനിപ്പോൾ എങ്ങനെ ഉള്ള നോക്കുക ബേനായിട്ട് അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു എന്താക്കരുത് കടത്തരുത്. കാരണം ഈ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു ഒരു മെലിഞ്ഞ പോലെ ആളായിട്ടിരിക്കാറ്. മസ്ഊദ് റളിയല്ലാഹു ഒരു ശരീരത്തിൽ ഒരു പുഷ്ടി ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു തേടിക്കൊണ്ട് പോകുമ്പോൾ ഒരു ജാഗയിൽ ആരെ കണ്ട് അബൂജഹലിനെ കണ്ട്. അബൂജഹൽ ഇങ്ങനെ എന്ത് ഈ ഒരു ഒപ്പം എന്തായിട്ടില്ലെന്ത് അവನು ചത്തിട്ടില്ലെന്ത് അതായത് മരിക്കരുതും എതിരെ ഇടയിലാണ് ആരുള്ളത് അബൂജഹലുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു നേരെ യോടെ പോണ്ട് അബൂജഹലിനെ മുട്ട പോയിട്ട് അബൂജഹൽ നെഞ്ഞിര മേൽ പത്തിട്ട് ഒരു ദൈക്കൽ ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു ദച്ചിട്ടാകുമ്പോൾ അബൂജഹൽ ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ആരെ കണ്ട് മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടടിച്ചുള്ളൂ അടിമേ ആട് മേയ്ക്കറവണെ നീൻ ആരുടെ മേലാണ് ദച്ചത് ആ ഒരു അഹങ്കാരത്തിലാണ് ആറ് പൽക്കാരെഴുത് അബൂജഹൽ പൽക്കരുത്. എന്നിട്ട് അബൂജഹൽ കേൾക്കറ ഈ ഒരു യുദ്ധത്തിൽ ആരാണ് വിന്നായത് ആർക്കാണ് വിജയം കിട്ടിയത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലെ അള്ളാഹുക്കും അള്ളാഹുൻ്റെ റസൂലുകാണ് എന്തിന് ഈ ഒരു യുദ്ധത്തിൽ എന്തായത് വിജയം കിട്ടിയത്. ഇത് കണ്ടിട്ട്
അബൂജഹലിക്ക് അവൻ്റെ ഗർവ വിട്ടില്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ശത്രുവയെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താക്കുക, കയ്യിലുള്ള ബാലെടുത്തിട്ട് അവനക്ക് കൊത്തുപോകുമ്പോൾ അവന് കൊല്ല പോകുമ്പോൾ അബൂജഹൽ ചൊല്ല യോടെ കൊല്ലുടെ നിക്ക്, നീ അത്ര ಬೇಗ എന്താക്കണ്ട കൊല്ല കേട്ടില്ല, ನಾನು കുറേ കാര്യനൊക്കെ എന്താക്കൊണ്ടോ നിൻ്റെ ടിക്ക് ചൊല്ലുകൊണ്ട് മസ്ഊദ് റളിയല്ലാഹു അൻഹു ടിക്ക് ചൊല്ലുടാ, നീ നിൻ്റെ തല അറക്കിടത് നിൻ്റെ ബാൽ കൊണ്ട് അറക്കോ തീരാം, നിൻ്റെ കയ്യിൽ നല്ലൊരു ബാലുണ്ട് അതുകൊണ്ട് നീ എന്താക്ക് നിൻ്റെ തല അറക്കണം, അത് നിൻ്റെ ഒരലുണ്ട് അത് നീ ബാൽ എന്താക്കി എടുക്കു ചൊല്ല, അങ്ങനെ എടുക്കിടും. എന്നിട്ട് ചൊല്ല നീ എന്താക്കണം കീലായിട്ടാണ് തല അറക്കണമായത്, അതായത് നിൻ്റെ തല ബെല്ലിയായിട്ട് ആർക്ക് കാണും, മുഹമ്മദ് കാണണം. ആ ഒരു രൂപത്തിൽ അതായത് മരിക്കട് കിടക്കറ ഈ സന്ദർഭത്തിൽ കൂടി അവൻ്റെ അഹങ്കാരം അവൻ എന്താക്കിയില്ല വിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താക്കുക ആ ഒരു ബാലെടുത്തിട്ട് അവൻ്റെ തല എന്താക്കുക അറക്കിടും. അവൻ്റെ തലയുടെ എന്താക്കാവില്ല ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തേക്ക് എടുത്തു പോകണ ആവില്ല ആർക്ക് മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താക്കുക അവൻ്റെ കാതുക ഒരു വട്ടാക്കിയിട്ട് ഒരു ബല്ലി കെട്ടിയിട്ട് നിലത്തിൽ വലിച്ചുകൊണ്ടാണ്ട് ഈ അബൂജഹലിൻ്റെ തല എന്താക്കരുത് എടുത്തുകൊണ്ട് പോകേണ്ടത്. ഇതൊക്കെ ഒരു കാരണമുണ്ട്. കാരണം മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അബൂജഹലിനെ കൊന്ന് അതൊക്കെ ഒരു കാരണമുണ്ട്. ഒരു നാൾ മക്കത്തിൽ ഇക്കടെ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് ഈ കഅബത്ത് മുട്ട പോയിട്ട് ഖുർആൻ ഓതുറാറുണ്ട് കേട്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബത്ത് മുട്ട പോയിട്ട് എന്താക്കുക റഹ്മാൻ സൂറത്ത് ഓതും. ഈ സൂറത്ത് ഓതിയ സന്ദർഭത്തിൽ ഈ അബൂജഹൽ എന്താക്കുക ആ സന്ദർഭത്തിൽ വന്നിട്ട് മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിക്കുകയും മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാത് മുറിച്ചിട്ട് എടുക്കുക. ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മുറിച്ച കാതുമായിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടപ്പോണ്ടത്. ഈ സന്ദർഭത്തിൽ അവിടെ ആരിക്കട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കറി ഇത് കണ്ടിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കറി ചിരിക്കറ്. അപ്പോൾ ഇതുക്കുള്ള കാരണം എന്തിനായിട്ട് ആർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താവില്ല ഗൊന്താവില്ല. അങ്ങനെ ഈ ഒരു ബദ്ർ യുദ്ധത്തെ സന്ദർഭത്തിൽ ഈ അബൂജഹലിൻ്റെ ഈ തല എടുത്ത് വന്ന സന്ദർഭത്തിൽ അവിടെ ആരിക്കട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കറി. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലും, നബിയെ അണ്ട് നാണ് ചിരിക്കൂ, കാരണം ഇത് അണ്ടേ എൻ്റെ കണ്ണു മുന്നിലുള്ള എന്തായത് കണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടിട്ടാകുമ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലും, നിക്ക് അണ്ട് നിൻ്റെ എന്താക്കിയതാണ് ഒരു കാത് മാത്രമാണ് മുറിച്ചിട്ടെടുത്തത്, ഇപ്പം നിക്ക് എന്തായത് ഒരു കാത് എക്സ്ട്രോം കിട്ടിത്ത് അതോടുകൂടി എന്തും കിട്ടിത്ത് തലം കിട്ടിത്തും. അങ്ങനെ അത്ര വലിയ ഒരു അഹങ്കാരിയുടെ അന്ത്യമാണ് അവിടെ എന്തായത് നടന്നത്. അതുമാത്രമല്ല ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ തല കണ്ടുപിടിച്ചുള്ളൂ. ഈ രണ്ട് സമുദായത്തിൽ ഏറ്റവും വലിയ ഫിർഔനാണ് ആറ് അബൂജഹലുണ്ടാണ് ചൊല്ലത്. അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ബദ്ർ യുദ്ധത്തെ സന്ദർഭത്തിൽ വെറും ദുആർന്നത് മാത്രമല്ല, പോയിട്ട് സുജൂദിൽ നിന്നിട്ട് അള്ളാഹുവിടെ പ്രാർത്ഥിച്ചത് മാത്രമല്ല, ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പോയിട്ട് എന്താക്കിയിട്ട് യുദ്ധാക്കിയിടും. അതായത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചൊല്ലും, ഞങ്ങൾക്ക് അഭയ കിട്ടുക ായിട്ട് ആരുടെ ബാക്കിൽ വന്ന് നിണ്ടുന്ന ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാക്കിൽ വന്ന് നിണ്ടിട്ടിന്നാണ്ടാണ് ചൊല്ലത്. കാരണം അത്രക്കും വലിയ ഒരു പോരാളിയായിട്ടാണ് ആരുന്നത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്. അങ്ങനെ ഈ ഒരു ബദ്ർ യുദ്ധത്തിൽ ആർക്ക് വിജയം കിട്ടിയെത്തും, ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയെത്തും. ഈ ഒരു സന്ദർഭത്ത് മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന് ആയുധം ചൊല്ലത് വെറും 2 കുതിരയും അതേപോലെ എൽവോ വണ്ടയാണ് ഇന്നത്. അതേപോലെ ചെറിയ ചെറിയ ബാലും അതേപോലെ കുന്താണ് അതേപോലെ ബില്ലും. അതേപോലെ ഈ ശത്രു സൈന്യത്തിൽ ഇന്നത് 100 കുതിര അതേപോലെ 170 വണ്ട അതേപോലെ നല്ല നല്ല ബാലുങ്ങ നല്ല കുന്തങ്ങ ഈട്ടി അതേപോലെ ബില്ലുമാണ്. ഇതെല്ലാം ആരുടെ കയ്യിൽ നിന്ന് ആ മുശ്രിക്കിങ്ങളുടെ കയ്യിൽ നിന്നിട്ടും നമുക്ക് എന്തായില്ല വിജയം കിട്ടിയില്ല. കാരണം അള്ളാഹുവിൻ്റെ സഹായവും ആ ഒരു യുദ്ധത്തിലുള്ള വിജയം ആർക്കാണ് കിട്ടിയത്, പരിശുദ്ധമായ ഇസ്ലാമുകാണ് കിട്ടിയത്. അങ്ങനെ ഇതിൽ മുശ്രിക്കിങ്ങളിൽ നിന്നിട്ട് 70 ആൾക്കാരാണ് എന്തായത് മരിച്ചു പോയത്, മുസ്ലിമീങ്ങൾ പക്കൽ നിന്നിട്ട് 14 ആൾക്കാരാണ് എന്തായത് ഷഹീദായത്. അങ്ങനെ ആ ഒരു മരിച്ച ആൾക്കാരിൽ നിന്ന് അതായത് ശത്രുപക്ഷത്തിൽ നിന്ന് ചത്ത ആൾക്കാർ എന്താക്കരുത് വലിയൊരു കിണത്ത് കാണാൻ എന്താക്കരുത് നിങ്ങളെല്ലാവരും പോയിട്ട് ഇടരുത്. എന്നിട്ട് അവിടെയാണ് അങ്ങനെ എന്താക്കരുത് മറമാടരുത്. ഈ മറമാടുന്ന സന്ദർഭത്തിൽ അങ്ങനെ എല്ലാവരും ഒട്ടിക്ക് ഇട്ടിട്ടാകുമ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലും അതെല്ലാം ഉള്ളെങ്കിൽ ആ ഒരു കിണത്ത് മുട്ട വന്നിട്ട് ചൊല്ലു,
നൻ്റെ റബ്ബ് നക്ക് തന്നെ വാഗ്ദാനം അള്ളാഹു നക്ക് എന്താക്കി നിറവേറ്റി തന്നത്. അത് നൻ്റെ വാഗ്ദാനം അള്ളാഹു നക്ക് എന്തായി സക്സസ് ആക്കി തന്നത്. പക്ഷേ നിൻ്റെ റബ്ബ് നിക്ക് ചൊന്ന വാഗ്ദാനം നിക്ക് കിട്ടിത്താണ്ട് ആര് കേൾക്കരുത്? ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കരുത്. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കരുത്, ഞങ്ങൾ മുണ്ടിയതങ്ങ് കേൾക്കറാണ്ട്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയത്, നാണ് മുണ്ടുമ്പോൾ നിക്ക് എങ്ങനെ കേൾക്കരുത്, നിങ്ങൾക്ക് എങ്ങനെ കേൾക്കരുത്, അതിനാണ്ട് ചന്തത്തിൽ ആറ് കേൾക്കട് ഇങ്ങോക്ക് കേൾക്കറുണ്ടാണ് ആര് ചൊല്ലത്? ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്. അങ്ങനെ എന്താക്കുക, ആ ഒരു മണ്ണ് മൂടിയിട്ട് ബദറിൽ ആ ഒരു ജാഗിലാണ് മണ്ണ് മൂടരുത്. അതേപോലെ ബദറിൽ ഷഹീദായ 13 സ്വഹാബികളെ മക്ബറ, അതായത് അങ്ങനെ ഖബറിയോട് അടുക്കരുത്, ആ ഒരു ബദറിലാണ് അടുക്കരുത്. അതിൽ നിന്നിട്ട് ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട ഹാരിസ് ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹുവിൻ്റെയോടെയാണ് വാദി ദഫ്രാനിലാണ് ഖബറെടുക്കുന്നത്. അതായത് ബണ്ട സന്ദർഭത്തിലാണ് ആറ് ഷഹീദാവുന്നത്. ബഹുമാനപ്പെട്ട വാദി ദഫ്രാനിൽ വെച്ചിട്ട് ആറ് ഷഹീദാവുന്നത്? ബഹുമാനപ്പെട്ട ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹുവിന് ഷഹീദാവുന്നത്. അതായത് കാല് മുറിഞ്ഞത് കൊണ്ട് അത് ജാസ്തി ആയത് കൊണ്ട് അവിടെ എന്താവുന്നത്? ഷഹീദാവുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാർ ബന്ധിതായിട്ട് കിട്ടാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് ഇവിടെ പോകേണ്ടതാണ്, മദീനത്തേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഈ കിട്ടിയതിൽ 2 ആൾക്കാരെ കൊല്ലുക ആറ് ചൊല്ലു? ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അതിൽ ഒന്ന് നളർ ബിൻ ഹാരിസ് ചൊല്ലുകയും അതേപോലെ ഉഖബ. ഈ 2 ആൾക്കാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക കൊല്ലുക ചൊല്ലുക. കാരണം ഇങ്ങനെ 2 ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപദ്രാക്കിയ ആളാണ്. ഈ ഉഖബയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ എന്താക്കിയത്? ആ ചീഞ്ഞ വണ്ടരെ കർലല വന്നിട്ടിട്ടത്. അങ്ങനെ 2 അലി റളിയല്ലാഹു എന്താക്കുക കൊല്ലിടും. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരുടെ ചൊല്ലും, നിങ്ങൾ പോണോണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം? മോചനദ്രവ്യ തരണം, അതായത് പൈസ തന്നെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക പോവാം. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോരോ പൈസ കൊടുത്തിട്ട് അങ്ങനെ ഓരോരുത്തർ എന്താക്കുക ബുടുക്കു ചൊല്ലും. അതേപോലെ അതിൽ ആരെ കയ്യിലാണോ പൈസ ഇല്ലാത്തത് അങ്ങനെ ചൊല്ലു, നിങ്ങൾ എന്താക്കണം? മദീനത്തിലുള്ള 10 ആൾക്കാർക്ക് എന്താക്കണം? പഠിപ്പാട്ടി കൊടുക്കണം. അതായത് എൽദോകും ഓദോകും പഠിപ്പാട്ടി കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ എന്താക്കരുത്? ഈ ഒരു യുദ്ധത്തിൽ മോചനാക്കിയിട്ട് വിടരുത്. ഈ ഒരു സന്ദർഭത്തിൽ അബ്ബാസ് റളിയല്ലാഹുവിനാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചൊല്ലിയത്. അതായത് ശത്രുപക്ഷത്തിൽ നിന്ന് വന്നിട്ടാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ആ ചൊല്ലുന്നതിൻ്റെ കയ്യിൽ എന്തില്ല? പൈസയിലാണ്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയത്, ഔത്തെ ഉൾഗ നീന് ഒൻപാട്ടി വെച്ചെങ്കിത്തെ പൈസ ഉണ്ടല്ലേ അതിൽ നിന്നിട്ട് എടുത്തവ. കാരണം ഈ ഉമ്മു ഫളുലും അതേപോലെ അബ്ബാസ് റളിയല്ലാഹു മാത്രമാണ് ഗൊന്തിന്നത് ഈ ഒരു പൈസ ഒൻപാട്ടി വെച്ചത്. അബ്ബാസ് റളിയല്ലാഹു യുദ്ധത്ത് ബണ്ടം മുന്നൽ ചൊന്നിട്ട് നാനോടങ്ങാത്തും മരിച്ചു പോയേണ്ട കണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള പൈസ നിങ്ങൾ മക്കം എടുക്കാറുണ്ട്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താവും? ആ ഒരു പൈസ അവിടെ ഇന്നത് ഗൊന്തവിടും. അങ്ങനെ അതേപോലെ ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹയെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളാണ് സൈനബ ബീബി റളിയല്ലാഹു അൻഹ. അത് സൈനബ റളിയല്ലാഹുവിൻ്റെ മാപ്പിളയുടെയും ഈ ഒരു യുദ്ധ തടവായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ മോചന ബുടുകായിട്ട് സൈനബ ബീബി റളിയല്ലാഹു അൻഹു ഖദീജ ബീബി റളിയല്ലാഹുവിൻ്റെ മാല കൊടുക്കുകയും ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുൽപുട്ടിട്ട് ആ മാല റിട്ടേൺ സ്വഹാബികളടിച്ച് കേട്ടിട്ട് ആ ഒരു മാല റിട്ടേൺ ആറുകെ സൈനബ ബീബി റളിയല്ലാഹു അൻഹു കൊടുത്തു കടത്തിരും. അങ്ങനെ അതേപോലെ ഈ മർമോണ്ടിട്ടിക്ക് ചൊല്ലത്. അപ്പോൾ ശത്രുവാണ്, മുസ്ലിം ആയിട്ടുള്ളത്, പിന്നീട് മുസ്ലിം ആവിടും. അപ്പോൾ ചൊല്ലതാണ്, നീ സൈനബ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കണം? മക്കത്ത് മദീനത്ത് കടത്തണം, നന്നെ മുട്ട കടത്തണം ചൊല്ല. അങ്ങനെ ആ ഒരു കരാറുമായിട്ട് ബഹുമാനപ്പെട്ട സൈനബ ബീബി റളിയല്ലാഹുവിൻ്റെ മാപ്പിള എന്താക്കർ മക്കത്തേക്ക് പോകേണ്ടതാണ്. അതേപോലെ ഈ ഒരു സന്ദർഭത്തിൽ മദീനത്തിൽ നടന്ന പിന്നൊരു കാര്യം എന്തിട്ട് ചൊന്നേണ്ട കണ്ടെങ്കിൽ ഈ തടവുകാരായിട്ട് വന്ന ആൾക്കാർക്ക് മദീനത്തിലുള്ള ഈ ഒരു സ്വഹാബികൾ, അതായത് അൻസാരിയാളെ സ്വഹാബികൾ നല്ല നല്ല ഭക്ഷണം കൊടുത്തിട്ടും ഇങ്ങ വെറും കാരക്കാണ് തിണ്ടോയുന്നത്. ആറ് ഈ അൻസാരികളായ സ്വഹാബികൾ അങ്ങോട്ട് നല്ല റൊട്ടിയും അതിതെല്ലാം കൊടുത്ത് ഇങ്ങ വെറും കാരക്കാണ് തിണ്ടോണ്ടിരുന്നത്. അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അഗാധമായ ഒരു കാര്യം നടന്നത്. അതായത് മക്കത്ത് ഈ ഒരു ബദർ യുദ്ധത്തിൽ വിന്നായിട്ട് വിജയിച്ചിട്ട് പണ്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ വന്ന് എത്തിയതോടെ കാണാം. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പെഞ്ഞായിട്ട് ഇന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോളായിട്ട് ഇന്നേക്ക് റുഖ്യ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടാണ് ഇന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു സന്തോഷത്തെ ബദറിൽ വിന്നായിട്ട് സന്തോഷിച്ചിട്ട് മദീനത്തേക്ക് എത്ര സന്ദർഭത്തിൽ പൊന്നു മോല് വഫാത്തായിട്ട് ഇവിടെയുണ്ട്, ഖബറിലാണുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ബണ്ടത് ഇവിടെയാണ് ആ ഒരു ഖബറിന് മുട്ട വന്നിട്ട് സിയാറത്ത് കാണാൻ ബണ്ടത്. അതായത് അത്രക്കും വിജയമായിട്ട് ബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിട്ടിയതെന്നാണ് വിഷമാണ്. പക്ഷേ ഇതെല്ലാം അള്ളാഹു ഗുബൈനായിട്ടാണ് ആർ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയത് ജീവിച്ചത്. ഈ സന്ദർഭത്തിൽ മക്കത്തെ അവസ്ഥ എന്തൊരു ചൊന്നേണ്ട കണ്ടെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ സോത്തത് അങ്ങ് വലിയൊരു അഘാതകാരിയ ഒരു കാര്യമായി പോയിത്തോ. അതേപോലെ അബൂലഹബറട്ടെ വന്നിട്ട് ഈ ഒരു വിഷയം ചൊന്നിട്ടാകുമ്പോൾ അബൂലഹബ് ഒരു അത്ഭുതമായി പോയിത്തോ. അബൂലഹബർ ഈ സന്ദർഭത്തിൽ ഈ ഒരു മലക്കങ്ങൾ വന്ന വിഷയം ബെൽത്ത് തലക്കെട്ട് കെട്ടിയുള്ള ഒരുപാട് ആൾക്കാർ ഇന്നേ ചൊന്ന ഒരു വിഷയം കേട്ട സന്ദർഭത്തിൽ
അബൂ റാഫി റളിയല്ലാഹുനിക്കർ അയാൾ ചൊല്ലും അതൊരു അടിമേറ്റിന്ത് അയാൾ ചൊല്ലും ഇത് മലക്കുകളാണ് വന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അബൂലഹബ് ആറ് കടിക്കറ് അബൂ റാഫി റളിയല്ലാഹു കടിക്കറ്. ഇത് കണ്ടെങ്കത്തെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പെഞ്ഞായങ്കത്തെ ഫضൽ വന്നിട്ട് ആരെ തലക്കടിക്കര്, ഈ അബൂലഹബിനെ തലക്കടിക്കര്. അങ്ങനെ അബൂലഹബ് ഈ ഒരു അടി അടിച്ചത് കൊണ്ട് അബൂലഹബിൻ്റെ തലയ്ക്ക് എന്തോ വലിയൊരു ഗായമായിട്ട് ഈ ഒരു ഗായത്തിലാണ് പിന്നീട് അബൂലഹബ് ചാവിടത്. അബൂലഹബ് ചാവിടേണ്ട മാത്രമല്ല, ഈ ബദർ യുദ്ധം നടന്ന് 7 നാളത്തിൽ ചാവിട അബൂലഹബ് ചാവിടേണ്ട മാത്രമല്ല, ഈ ഒരു അടിയുടെ ആഘാതത്തിൽ അവനക്ക് വലിയൊരു രോഗമാണ് ബണ്ടത്. അതായത് അദസ് ചൊല്ല രോഗമുണ്ട്. ഈ രോഗം വന്നത് കൊണ്ട് ഉണ്ടെ മക്ക പോലും ആരെ മുട്ട വന്നില്ല, അബൂലഹബിന്റെ മുട്ട വന്നില്ലാണ്ടാണ്. അതായത് ഉനക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്താണ്, ഒരു എറിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ആരും ഉണ്ട് മുട്ട വന്നില്ല. അങ്ങനെ 7 നാൾ കഴിഞ്ഞിട്ട് അവൻ എന്താക്കിയ ചത്തന് മാത്രമല്ല ഊണ്ട് മുട്ടത്ത് ആൾക്കാർ പോണകാൻ വേണ്ടിട്ട് അവൻ അത്രയും ദുർഗന്ധാണ് നാത്താണ് വന്നുകഴിഞ്ഞത്. അങ്ങനെ അവൻ്റെ ഒരു മൃതദേഹം എന്ന സന്ദർഭത്തിൽ 6 കൊണ്ട് മുട്ട പോണ കാവത്തും കൊണ്ട് ആൾക്കാർ, അതായത് മക്കത്തിലുള്ള ആൾക്കാർ ചൊന്നത് കൊണ്ടിട്ടു അതുകൊണ്ട് എന്താക്കാനാണ് അബൂലഹബ് വലിയൊരു മറുഭൂമിയിൽ ഒരു ഗുണ്ടിയെടുത്തിട്ട് കോലിൽ കുത്തിയിട്ടാണ് അവൻ്റെ മൃതദേഹത്തെ എന്താക്കണം അടക്കിടത്. അതായത് നാത്ത് സൈക്കോ തീരില്ല, അത്രക്കും വലിയ ഒരു നീചനായ ആളിലായിട്ട് അബൂലഹബ്. അതായത് പരിശുദ്ധമായ ഖുർആനിലുള്ളതുപോലെ തബ്ബത്ത് യദാ അബീ ലഹബി തബ്ബ് ഇല്ല ആ ഒരു സൂറത്തുള്ള ഈ അബൂലഹബിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത്രക്കും വലിയൊരു നീചായിട്ടാണ് ചത്തത്, അബൂലഹബ് ചത്തത്. പക്ഷെ അത് മാത്രമല്ല, മക്കത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ ഒരു ആഘാതകാരിയാണ് ഈ ഒരു ചൊല്ലത്. അതേപോലെ ഇങ്ങെന്താക്കി എല്ലാവരും ഷോക്കാചരണെ ആക്കിയാറ്. അതേപോലെ ഇങ്ങനെ ചൊന്നാറ് അതായത് അബു സുഫിയാനാണ് പിന്നീട് എന്താ അവിടെ മക്കത്തെ ഒരു അധികാരം കിട്ടുന്നത് ആണ്. അപ്പോൾ അബു സുഫിയാൻ ചൊല്ലത് നിങ്ങൾ എന്താക്കോ തീരാം ജോറായിട്ട് ബുൾപ്പുട തീരാ. കാരണം നിങ്ങൾ ജോറായിട്ട് ബുൾപ്പുട്ടേന്ന് കണ്ടെങ്കിൽ ഈ ഒരു വിവരം അറിഞ്ഞ മുഹമ്മദും കൂട്ടർ എന്താ അവർ സന്തോഷിക്കുവാറ്. അതേപോലെ നിങ്ങൾ എന്താക്കോ തീരാം വിലാപമായിട്ടുള്ള നിങ്ങൾ കവിത ചൊല്ലുക തീരാം, പെണ്ണിങ്ങൾ മുടിമുരിക്കുക തീരാം. ഇങ്ങനെ ഒരുപാട് കാര്യയോടെ ആക്കിടാറ് മക്കത്തിൽ ആക്കിടാറ്. കാരണം ഇതെല്ലാം ചൊന്ന് പബ്ലിക്കായിട്ട് ആക്കില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇല്ലെങ്കിൽ അവിടെ ഒരു അങ്ങനെ മനസ്സുകൊണ്ട് ഇതെല്ലാം എത്ര വലിയ ഒരു ബേജാറിലാണ് പിന്നീട് മക്ക ഉണ്ടായത്. അതേപോലെ അബൂ സുഫിയാൻ ചൊല്ലത് നാനെന്താക്കറ് ഇതുക്കുള്ള പ്രതികാര തീർക്കോടത്തോളം നാനെന്താക്കില്ല കുളിക്കില്ലാണ്ടാണ് അബൂ സുഫിയാൻ ചൊല്ലത്. പിന്നീട് അബൂ സുഫിയാൻ മുസ്ലിമായിരുന്നു. ഏതായാലും ഈ ഒരു ബദർ യുദ്ധം ചൊല്ലത് ഇസ്ലാമിയുടെ പക്ഷത്തിൽ ഏറ്റവും വലിയ ഒരു യുദ്ധമായിട്ടാണ് ചരിത്രത്തിൽ ചൊല്ലത്. ഈ ഒരു ബദരീങ്ങൾക്കും അതേപോലെ ബദറിങ്ങളിൽ പങ്കെടുത്തെങ്കിൽ മലക്കങ്ങൾക്കും ഏറ്റവും വലിയ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഹുമാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അതുകൊണ്ട് ഇത്ര ഡിക്കർ ബദർ ഒരു ചുരുക്കത്തിലുള്ള ഒരു ചരിത്രം ചൊല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിങ്ങളിൽ കൂടെ ഞങ്ങളെല്ലാവരും നാളെ സ്വർഗത്തിൽ ജന്നാത്തു നഈം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. അതേപോലെ ബദറിങ്ങളെ കാവൽ എന്നേക്കും അള്ളാഹു സുബ്ഹാനഹു ഞങ്ങൾ എല്ലാവർക്കും തരട്ട് ചൊന്നിട്ടും ബണ്ട നാൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.